ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റെഡ് ക്യാബേജ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയെടുത്തതാണ്. മുട്ടയും ക്യാരറ്റും എല്ലാം കൂടി ചേർന്നുണ്ടാക്കിയെടുത്ത ഈ തോരൻ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. റെഡ് ക്യാബേജ് തോരൻ വെക്കുന്നത് ഞാനൊരു ചെറിയ ക്യാബേജ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം, ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞു എടുക്കാം. ക്യാബേജ് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തോരനാവശ്യമായിട്ടുള്ള അരപ്പും കൂടെ നമുക്കെടുക്കാം. ഒരു 3/4 കപ്പ് തേങ്ങാപ്പിരി എടുത്തിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങാപ്പിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തു. പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരപ്പ് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് തോരൻ വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 2 കഷ്ണം ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. നമ്മളിതിനകത്ത് വെള്ളമോ ഒന്നും ഒഴിക്കുന്നില്ല. വഴറ്റിയാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ചതച്ച് വെച്ച തോരൻ്റെ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അരപ്പ് നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ടയും കൂടെ ഒഴിച്ച് ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഈ മുട്ട നല്ലതുപോലെ ഒന്ന് വെന്ത് വെള്ളമയെല്ലാം ഒന്ന് തോർത്തിയെടുത്തിട്ട് ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാവൂ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തോരനിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തോരനെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നല്ല അടി ഇളക്കി വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പുമെല്ലാം ഒന്ന് നോക്കിയേക്കണം. നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വെന്തെടുക്കാം. നമുക്ക് തോരൻ വെന്തോന്ന് നോക്കാം. അതൊക്കെ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ തോരൻ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്. അങ്ങനെ റെഡ് ക്യാബേജിൻ്റെ തോരൻ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.